നാളും മാറുകില്ല, ഒരു നാളും മാറുകില്ല. യേശുവിൻ സ്നേഹം മാറുകില്ല, യേശുവിൻ സ്നേഹം മാറുകില്ല. ഒരു നാളും മാറുകില്ല, ഒരു നാളും മാറുകില്ല. എൻ പ്രിയരെല്ലാം മറന്നാലും മാറുകില്ല. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഈ സന്ധ്യയിൽ ഒരു യഹൂദ കഥ നിങ്ങളോട് പങ്കിടാമെന്ന് ആഗ്രഹിക്കുകയാണ്. പുണ്യചരിതനായിരുന്ന ഒരു റബ്ബി യഹൂദർ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്ന യോം കിപ്പൂർ എന്ന തിരുനാൾ ദിവസം രാത്രിയിൽ അദ്ദേഹം സിനഗോഗിൽ പ്രാർത്ഥിക്കാനെത്തി. മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദൗത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സംശയം ഉയർന്നു: ഞാൻ പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും സൗഖ്യം കിട്ടുമോ? അപ്പോൾ ഒരു ദൈവ ശബ്ദം അദ്ദേഹം കേട്ടു: നീ ഇന്നാരെ വിളിക്കുക, അയാളുടെ പ്രാർത്ഥന ഞാൻ കേട്ടോളാം. ദൈവം കൽപ്പിച്ച ആ മനുഷ്യനെ ഈ റബി, ഈ പണ്ഡിതൻ സിനഗോഗിലേക്ക് വിളിച്ചു. ഒരു പാവപ്പെട്ട ദരിദ്രനായ ഒരു വൃദ്ധൻ. അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു: ദൈവം അരുളി ചെയ്തിരിക്കുന്നു, നീ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പാപങ്ങളുടെ മോചനത്തിനായി പ്രാർത്ഥിക്കണം. അദ്ദേഹം പറഞ്ഞു: ഞാൻ വീട്ടിൽ പോയി എൻ്റെ പ്രാർത്ഥന എടുത്തുകൊണ്ട് വരാം. അദ്ദേഹം പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി. അദ്ദേഹം കയ്യിൽ ഒരു ചെറിയ മൺപാത്രവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വന്നിങ്ങനെ പ്രാർത്ഥിച്ചു: പരിശുദ്ധനായ ദൈവമേ, എനിക്ക് പ്രാർത്ഥിക്കുവാൻ അറിയില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ. എന്നാൽ എനിക്കുള്ളതെല്ലാം ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ പാത്രത്തിലുള്ളത് എൻ്റെ കണ്ണുനീരാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെയും കുട്ടികളെയും ഓർമ്മിക്കും. അവർക്ക് നല്ല വസ്ത്രം ധരിച്ച് സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് സാധിക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. അപ്പോൾ ദരിദ്രരെയും ഭിക്ഷക്കാരെയും കുറിച്ച് ഞാൻ ഓർമ്മിക്കും. ചൂടും തണുപ്പും വിശപ്പും ദാഹവും മൂലം അവർ കഷ്ടപ്പെടുന്നതിൻ്റെ ഭാവനയിൽ തെളിയും. അപ്പോഴും എൻ്റെ കണ്ണ് നിറയും. ആ കണ്ണുനീർ ഞാനിവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഈ കണ്ണുനീരാണ് ദൈവമേ നിനക്ക് സമർപ്പിക്കുവാനുള്ളത്, ഞങ്ങളുടെ എല്ലാവരുടെയും പാപമോചനത്തിനായി എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ മൺപാത്രത്തിലുണ്ടായിരുന്ന കണ്ണീർ മുഴുവൻ അയാൾ സാവധാനം തറയിലൊഴിച്ചു. ദൈവം തമ്പുരാൻ ആ പാവപ്പെട്ടവൻ്റെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയെ സ്വീകരിച്ചു. അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും പാപങ്ങളെ ദൈവം തമ്പുരാൻ മോചിച്ചു. അപ്പോൾ റബ്ബി പറഞ്ഞു: ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു, അവിടെ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. നമുക്കിനി നന്ദിയുള്ളവരായി പരസ്പരം സ്നേഹിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും ജീവിക്കാം. പ്രിയമുള്ളവരെ, കണ്ണീരാകുന്ന ഈ പ്രാർത്ഥനയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടി അയാൾ ചിന്തിയ കണ്ണീരാണ് അവർക്ക് ദൈവത്തിൽ നിന്ന് പാപമോചനം നേടിക്കൊടുത്തത്. നാമും പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും നമുക്കറിയാവുന്ന പല പ്രാർത്ഥനകളുടെയും ആവർത്തനമാണ്. എഴുതപ്പെട്ടിരിക്കുന്ന പല പ്രാർത്ഥനകളും ആവർത്തിക്കുന്നതിലാണ് നമ്മുടെ ശ്രദ്ധ. അതോടൊപ്പം മനഃപ്പാഠമായ പ്രാർത്ഥനകൾ ആവർത്തിക്കുന്നതും നല്ലത് തന്നെ. മനസ്സിൽ നിന്ന് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുവാനും അവൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കുവാനും കഴിയുമ്പോൾ ആ കണ്ണുനീരിന് വളരെയധികം വിലയുണ്ട് എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുക. ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവത്തിന് പ്രീതികരമായിരുന്നതുപോലെ, അയാളുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ നിറഞ്ഞിരുന്നതുപോലെ, നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതം നിറഞ്ഞു നിൽക്കുവാനും അവരുടെ സങ്കടങ്ങളെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കരയുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അതെ, നമുക്ക് വേണ്ടി കഷ്ടമേറ്റ യേശുവിനെ ഓർത്ത് നമ്മുടെ കഷ്ടതകളുടെയും വേദനകളുടെയും നടുവിൽ നമുക്ക് കണ്ണുനീരൊഴുക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ആ കുരിശിൻ്റെ ചുവട്ടിൽ ഒഴുക്കുന്ന കണ്ണുനീരിനാണ് ഏറ്റവും വലിയ ആശ്വാസവും ധൈര്യവും നമുക്ക് ലഭിക്കാൻ കാരണമാക്കി തീർക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് അനുഗ്രഹീതരായി ദൈവസന്നിധിയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി ആ കണ്ണുനീർ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് ഏവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.